ജിഷ്ണു ശ്രീകുമാർ, ജിതിൻ കെ ജോസ് എന്നിവർ ചേർന്ന് തിരക്കഥ എഴുതി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് റിലീസാകാൻ തയ്യാറെടുത്തിരിക്കുന്ന മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമ കളങ്കാവൽ അതിൻ്റെ ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടോ. ഈ വെള്ളിയാഴ്ച സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ഏരീസ് ഫ്ലെക്സിൽ OD1 വിശാലമായിട്ടിരുന്ന കാണാൻ ഭാഗത്തിന് ഒരു ഗംഭീര സീറ്റിംഗ് പൊസിഷനൊക്കെ നോക്കി എനിക്ക് ടിക്കറ്റ് കിട്ടി ഗൈസ്. അതെനിക്കൊരു വലിയ സന്തോഷമാണ്. കാരണം ടെക്നിക്കലി ഞാൻ ഭയങ്കര അടിപൊളിയായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു സ്ക്രീനിൽ ഇത്രയും നല്ല സൗണ്ട് പരിപാടികളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ക്രീനിലിരുന്ന് സിനിമ കാണാൻ പറ്റുക എന്ന് പറയുന്നത്, അതും ഈ സിനിമ കാണാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമല്ലേ. ഞാൻ കളങ്കാവൽ മാത്രമല്ല വേറെയും സിനിമകൾ, ഒരുപാട് പ്രതീക്ഷകളുള്ള സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ ഏത് സിനിമയ്ക്കാണ് ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്തതെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമോ എന്നൊരു റിക്വസ്റ്റ് കൂടി വെച്ചുകൊണ്ട് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടിക്കറ്റ് ബുക്ക് ചെയ്തേ പറ്റൂ എന്ന് എന്നെ കൊണ്ട് തീരുമാനമെടുപ്പിച്ച ഫാക്ടേഴ്സിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. 5 പ്രധാന കാരണങ്ങളാണ് ഞാൻ ഇതിനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. റീസൺ നമ്പർ 1, അത് ഈ സിനിമയുടെ മൂഡാണ്. ഈ സിനിമയുടെ ടീസറും ട്രെയിലറും ഇതിൻ്റെ പോസ്റ്റേഴ്സും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഈ സിനിമ നമുക്ക് ഇങ്ങനൊരു മൂഡിലുള്ളൊരു പടമായിരിക്കും എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. പതിയെ ചുരുളഴിഞ്ഞ് വരുന്ന ഈവൻ കേസ് പോലും ഇതിൻ്റെ ട്രെയിലറും ടീസറും കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലെ റിയൽ കേസിലേക്ക് ഈ സിനിമ ലാൻഡ് ചെയ്യാൻ പോലും കുറച്ച് സമയം എടുക്കുമായിരിക്കും. അങ്ങനെ പതിയെ ഒരു കേസിലേക്ക് ലാൻഡ് ചെയ്ത് ഗ്രാജുവലി അത് ഡെവലപ്പായി ആ ഒരു വില്ലനിലേക്ക് വരുന്ന, എനിക്ക് തോന്നുന്നു മമ്മൂക്കയെ നമ്മൾ സിനിമ തുടങ്ങി കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അങ്ങനത്തെ ചില ഹോളിവുഡ് സിനിമകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ അങ്ങനെയുള്ള സിനിമകൾ വന്നിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും ടെററായിട്ടുള്ള ക്യാരക്ടറിലേക്ക് ലാൻഡ് ചെയ്യുക. മമ്മൂക്ക തന്നെയായിരിക്കും ആ ക്യാരക്ടർ ചെയ്യുന്നതെന്നാണ്. കാരണം ഇവർ ഇതിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് പോലും വളരെയധികം സൂക്ഷിച്ചാണ് സംസാരിക്കുന്നത്. കാരണം ഇതിൽ നായകനാണോ വില്ലനാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതിൽ ആക്ടറാണ് എന്നാണ് മമ്മൂക്ക ഇൻ്റർവ്യൂവിൽ മറുപടി പറയുന്നത്. അങ്ങനെ വളരെയധികം സൂക്ഷിച്ച് യാതൊരു തരത്തിലുള്ള സ്പോയിലിംഗ് എലമെൻറ്റും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തു നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ അടുത്തതെന്ത് എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി ഓരോ നിമിഷവും എൻജോയ് ചെയ്ത് കാണാവുന്ന, നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കാർന്ന് കയറി വരിക എന്ന് പറയില്ലേ, നടന്നു വരിക എന്നല്ല, ഇങ്ങനെ കാർന്ന് പിടിച്ച് അങ്ങനെ വരുന്ന പോലത്തെ ഒരു ഫീല് തരാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും എന്നാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ കളറിങ്ങും ഇതിൻ്റെ ഒരു സൗണ്ട് പരിപാടികളും ഇവർ പുറത്തുവിട്ടുള്ള പോസ്റ്റേഴ്സും ഒക്കെ എനിക്ക് കിട്ടുന്നൊരു മൂഡ്. മമ്മൂക്കയും വിനായകനും ചേർന്ന് ആ മൂഡിനെ ഏറ്റവും ഗംഭീരമായിട്ട് നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആകെ ഒരു ആഗ്രഹമുള്ളൂ, DSA കാണാൻ പോകുമ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെ ഈ ബുദ്ധിയില്ലാത്ത കുറച്ച് ഫാൻസ് ഉണ്ട്, എല്ലാ ഫാൻസുകാരും അല്ല, ബുദ്ധിയില്ലാത്ത കുറച്ച് ഫാൻസ് ഉണ്ട്. അവരുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള താരം തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ കയ്യടിയും ബഹളവും പരിപാടിയൊക്കെയാണെന്നാണ്. പക്ഷേ ചില സിനിമകൾ നമ്മൾ അതിന് വേണ്ടുന്ന ഒരു മൂഡിന് പ്രിപ്പയർഡ് ആയിട്ട് വരണം. അങ്ങനെ വരുന്നൊരു ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് ഈ സിനിമ കാണാൻ പറ്റണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. തിയേറ്ററിൽ വന്നിരുന്ന കമൻ്റ് അടിക്കാത്ത, സൈലൻസ് വരുമ്പോൾ എന്നാൽ എൻ്റെ ഒച്ച വെച്ച് ഞാനിത് മിക്സ് ചെയ്തേക്കാം എന്ന് ചിന്തിക്കാത്ത നല്ല ഓഡിയൻസ്, അങ്ങനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് ഈ സിനിമയുടെ ഒരു മൂഡ് കൂടി പരിഗണിക്കുമ്പോൾ. രണ്ടാമത്തെ കാര്യം, ഇറ്റ്സ് ഫോർ ദ ടെക്നിക്കൽ ടീം. ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഈ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നമുക്ക് ബുക്ക് ചെയ്യാം. ഫൈസൽ അലിയാണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ക്യാമറ കൈകാര്യം ചെയ്ത് റിലീസായിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് വന്ന സിനിമ പ്രൈവറ്റ് ഇപ്പോൾ OTTയിൽ റിലീസായിട്ടുണ്ട്. നിങ്ങൾ ആ സിനിമ ഒന്ന് കണ്ടു നോക്കണം. അതിഗംഭീരമായ ഒരു പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. അതിശക്തമായി എന്നാൽ വളരെ സ്മൂത്തായിട്ട്, എന്താ പറയുക, നമുക്ക് വളരെ ഈസി ആയിട്ട് കുടിച്ചിറക്കാൻ പറ്റും. പക്ഷേ അത് ഒരു വീര്യം കൂടിയ മരുന്നായിരിക്കും എന്നൊക്കെ പറയുന്ന പോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്ന, എന്നാൽ ഒരുപാട് ഇൻറ്റൻസ് ആയിട്ടുള്ള പൊളിറ്റിക്സും ഇമോഷൻസും ഒക്കെ വരുന്നൊരു സിനിമയാണ്. അത് അവരൊരു വളരെ ലോ ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ളതെന്നാണ് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക. പക്ഷേ അതിൻ്റെ ഒരു ഫ്രെയിമിൽ പോലും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. അത്രയും ഗംഭീരമായിട്ടാണ് അതിൻ്റെ ക്യാമറ വർക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ മുൻ സിനിമകൾ നോക്കുമ്പോൾ നദികളിൽ സുന്ദരി യമുന, മൈ സാൻഡ, ഓർഡിനറി, ആ സിനിമകളുടെ ഒക്കെ ഓരോ ഫ്രെയിമും ബ്യൂട്ടിഫുള്ളാണ്. അപ്പം അതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണിതെന്നാണ് ഇതിൻ്റെ ഒരു ട്രെയിലറും ടീസറും കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു ഡിഫറൻസിൽ ഇദ്ദേഹം വരുമ്പോൾ ഇദ്ദേഹം എങ്ങനെ അതിൻ്റെ ഒരു ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട്, നമ്മളെപ്പോഴും നല്ല അവസരങ്ങൾ വരുമ്പോൾ നമ്മുടെ മാക്സിമം ഇടില്ലേ. അപ്പോൾ ഫൈസൽ അലിയുടെ അതിഗംഭീരമായിട്ടുള്ള ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ദി എഡിറ്റർ പ്രവീൺ പ്രഭാകർ, കണ്ണൂർ സ്ക്വാഡ്, ട്രാൻസ്, കൂടെ, പറവ, ഇയോബിൻ്റെ പുസ്തകം, ബാംഗ്ലൂർ ഡേയ്സ്, ഉസ്താദ് ഹോട്ടൽ, ഈ സിനിമകളൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അതേ മനുഷ്യൻ തന്നെയാണ് ഈ സിനിമയുടെയും എഡിറ്റിംഗ് നിർവഹിക്കുന്നത്. എവിടെ കട്ട് ചെയ്യണം, എവിടെ കട്ട് ചെയ്യാതിരിക്കണം എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ ഈ ഫോണിൽ വരെയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും എഡിറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഇതിൻ്റെ ബേസിക് പരിപാടി അറിയാം, ഇവിടുന്ന് കട്ട് ചെയ്തെടുത്ത് അവിടെ വെക്കുക, ഇവിടെ വെക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഇമോഷണൽ സൈഡ് കൂടി വരണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു 30 സെക്കൻഡിൽ ഒരു കാര്യം പറയാൻ എടുക്കുന്ന പോലെയല്ല, ഒരു 2.5 മണിക്കൂർ ഒരു മൂഡ് തന്നെ ബിൽഡ് ചെയ്തുകൊണ്ട് പോവുക. അപ്പോൾ അവിടെ ഓരോ കട്ടും അതിനുള്ള ഡ്യൂറേഷനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സ്ഥലത്ത് നിങ്ങൾ തൊടാതിരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എഡിറ്റർ വരുമ്പോൾ തീർച്ചയായും അത്
അത് സിനിമ കാണുന്ന പ്രേക്ഷകനെ സംബന്ധിച്ച് ആ മൂഡ് കംപ്ലീറ്റ്ലി നമ്മളിലേക്ക് എത്താൻ സഹായകമാവും. നമ്മൾ ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ മുൻ വർക്കുകൾ ഓരോന്നും നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. വിഷ്വലി നമ്മൾ അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടിരുന്ന് കണ്ടു തീർത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഉദാഹരണങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിൽ, എഡിറ്റിങ്ങിന് ഉദാഹരണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് എടുത്ത് വെക്കാവുന്ന സിനിമകളാണ്. കളറിസ്റ്റ് ലിജു പ്രഭാകർ, അദ്ദേഹത്തിൻ്റെ ഒറ്റ വർക്ക് മാത്രം വെച്ചിട്ട് ഞാൻ പറയാം, ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ. നമ്മളെല്ലാവരും അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കണ്ടത്. പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഈസി അല്ലേ എന്ന് ചിന്തിക്കും. ഒരുപാട് ഫിൽറ്റേഴ്സൊക്കെ അവൈലബിൾ അല്ലേ, ചുമ്മാ കളറൊക്കെ ഡീസാച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവുമല്ലോ എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ അങ്ങനെയല്ല റിയൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വർക്ക് ചെയ്യുന്നത്. അയ്യേ ഇതെന്താ കളറില്ലല്ലോ എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് ഞാൻ കാണുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണെന്ന് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു പോയിന്റ് ഇല്ലേ, അതിന് ഈ പറയുന്ന ഫീലും ഇമോഷനും ഒക്കെ കൊടുത്തുകൊണ്ട് ആ ഭീകരത നിലനിർത്തിക്കൊണ്ട് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ട്രൂ ആർട്ടിസ്റ്റിൻ്റെ കൈപതിയണം. പൊന്മാനും നായാട്ടും നേരും ഒക്കെ ലിജു പ്രഭാകർ കളർ ചെയ്തതാണ്. സൗണ്ട് മിക്സിലേക്ക് വരുമ്പോൾ MR രാജകൃഷ്ണനാണ് ഇതിൻ്റെ ഫൈനൽ മിക്സ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ നമ്മൾ ഒരുപാട് എക്സാമ്പിളൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. നാഷണലും സ്റ്റേറ്റും ഒക്കെ ആയിട്ട് ഒരുപാട് അവാർഡുകൾ കൊടുത്ത് അംഗീകരിച്ചിട്ടുള്ളൊരു ടാലൻ്റാണ്. ഏറ്റവും അവസാനം നമ്മൾ അദ്ദേഹത്തിൻ്റെ കരവിരുത് കാണുന്നത്, അല്ലെങ്കിൽ ശബ്ദ മികവ് കാണുന്നത് DS ഇറേ, കാന്താര ചാപ്റ്റർ 1, L2 എമ്പുരാൻ അദ്ദേഹമാണ് ചെയ്തത്. വലിയ ബഡ്ജറ്റിൽ പുഷ്പ 2, കൽക്കി, ARM തുടങ്ങിയിട്ടുള്ള സിനിമകളിലൊക്കെ ഈ ശബ്ദത്തിൻ്റെ ലോകം നമുക്ക് ഒരുക്കി തരുന്നത് MR രാജകൃഷ്ണനാണ്. ആൻഡ് സൗണ്ട് ഡിസൈൻ കിഷൻ മോഹനാണ് ചെയ്തിട്ടുള്ളത്. ഒറ്റ പടത്തിൻ്റെ പേര് ഞാൻ പറയാം, ഭൂതകാലം. അതിൻ്റെ സൗണ്ടിങ് അത്രയും നല്ലതല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഒരു ഭയത്തിൻ്റെ എലമെൻറ്റിൽ അത് നമ്മളിലേക്ക് എത്തുന്നത് കുറേയും കൂടി കുറഞ്ഞിരുന്നതെന്ന് എനിക്ക് തോന്നി. കുറുപ്പ്, ഓസ്ലർ, ഫീനിക്സ്, ഈ സിനിമകളൊക്കെയും സൗണ്ട് കൊണ്ട് എൻഹാൻസ് ചെയ്യപ്പെട്ടിട്ടുള്ള സിനിമകളാണ്. പിന്നെ എൻ്റെ ഏറ്റവും ഫേവററ്റ് പേരാണ്, ഈ അടുത്ത കാലത്ത് എൻ്റെ ഏറ്റവും ഫേവററ്റ് പേരുകളിൽ ഒന്നായി മാറിയിരിക്കുന്നത് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ മുജീബ് മജീദാണ്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ എക്കോ കണ്ടു. എന്താണ് അയാൾ കാണിച്ചു വെച്ചിരിക്കുന്നത്? സംഗീതം കൊണ്ട് അങ്ങേര് ആ സിനിമേനെ എടുത്ത് ഡബിളോ ട്രിപ്പിളോ ആക്കി. അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കും വിഷ്വൽസും എല്ലാം ഹെവിയാണ്. ആ ഹെവി ആയിട്ടുള്ള സാധനത്തിനെ പുള്ളിയുടേതായിട്ടുള്ളൊരു ചെറിയ ലെയറും കൂടി ഇട്ട് കൊടുത്തപ്പോൾ സാധനം എന്ത് ലെവലായി എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയും ഗംഭീരമായി സംഗീതം ഒരുക്കുന്ന ആളാണ് ഈ സിനിമയ്ക്കും സംഗീതം ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷകളിൽ ഒന്നാണ്. പിന്നെ പറയാനാണെങ്കിൽ കോസ്റ്റ്യൂമും മേക്കപ്പും ഒക്കെ നമ്മൾ എണ്ണി പെറുക്കി തന്നെ പറയേണ്ടി വരും. ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഓരോ പേരുകാരും പ്രതീക്ഷകൾ ഒരുപാട് തരുന്ന ആളുകളാണ്. ആൻഡ് മൂന്നാമത്തെ കാരണം, ഇത് ഞാൻ ആദ്യം പറയാത്തതിൻ്റെ പേരിൽ ഒരുപാട് പേർക്ക് ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നിയെന്ന് വരും. ഈ സിനിമയിലെ പെർഫോമേഴ്സാണ്. അതിൽ നമ്പർ 1 മമ്മൂക്ക തന്നെയാണ്. അദ്ദേഹം നായകനാണോ വില്ലനാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാനിതൊരു ആക്ടറാണ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ വില്ലനായിരിക്കാം, അല്ലെങ്കിൽ ഈ സിനിമയുടെ ദ വെനം ബെനെത്ത് എന്നാണ് പറയുന്നത്. തിന്മയും തമ്മിലുള്ള മത്സരം എന്നൊക്കെ പറയുന്ന പോലെ നായകൻ എന്ന് പറയുന്ന രീതിയിൽ നമുക്കിപ്പോൾ വിനായകനെ എടുത്തു വെച്ചാൽ പോലും അവിടെയും ഒരു നെഗറ്റീവ് ഷെയ്ഡിനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു വളർച്ചയും കാര്യങ്ങളൊക്കെ പറയും. അവിടെ നമുക്ക് ഈ 2 ഷെയ്ഡ്സും തമ്മിലുള്ള യുദ്ധവും അതിൽ ഒരു ഷെയ്ഡ് മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് ഇയാൾ വില്ലനായി മാറുന്നു എന്ന് പറയുന്ന പോലത്തെ കുറേ എലമെൻറ്റുകൾക്ക് സാധ്യതയുണ്ട്. ആൻഡ് നമ്മൾ മമ്മൂക്കയെ സ്ക്രീനിൽ കാണുമ്പോൾ, കളങ്കാവലിൽ നമ്മൾ അദ്ദേഹത്തെ സ്ക്രീനിൽ കാണുന്ന സമയത്ത് അദ്ദേഹം അസുഖബാധിതനായി ചികിത്സയിൽ പോയി റെസ്റ്റ് കഴിഞ്ഞ് തിരിച്ചെത്തുന്നു എന്നുള്ള ഓരോ വാർത്തയും അദ്ദേഹം തന്നെ ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെ ജാടക്കാരെന്ന് വിളിക്കുന്ന ആളുകൾ പോലും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. മമ്മൂക്ക നിറഞ്ഞു നിന്നിരുന്ന ഒരു സമയമാണ്. അതിപ്പോൾ ഈ പറയുന്ന ഇൻ്റർവ്യൂസിൽ വന്നിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ചുള്ള ചർച്ചകളും ഒക്കെ ആയിട്ട് മമ്മൂക്ക അങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. പിന്നീട് അദ്ദേഹം ചികിത്സയിലേക്കും റെസ്റ്റിലേക്കും ഒക്കെ പോകുന്ന സമയത്ത് ഒരു മലയാള സിനിമാ സ്നേഹിയെ സംബന്ധിച്ച്, ഈ പറയുന്ന മോഹൻലാൽ മമ്മൂട്ടി ഫാൻസ് എന്ന് പറയുന്ന ആ ഒരു സാധനമല്ല, മലയാള ചലച്ചിത്ര സ്നേഹിയെ സംബന്ധിച്ച് ഒരു സങ്കടം ഉണ്ടാക്കുന്ന, ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അദ്ദേഹം വിശ്വസിക്കുന്ന പോലെ ഇത്രയും ആളുകളുടെ പ്രാർത്ഥനയും വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായമൊക്കെ കൊണ്ട് തിരിച്ച് സിനിമയിലേക്ക് എത്തുന്നു. അതിനുശേഷം നമ്മൾ അദ്ദേഹത്തെ സ്ക്രീനിൽ കാണാൻ പോകുന്ന ആദ്യത്തെ സിനിമയാണ് കളങ്കാവൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ഒരു മലയാളി ചലച്ചിത്ര സ്നേഹിയെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഒരു ഗംഭീര പ്രകടന മികവുമായിട്ട് സ്ക്രീനിൽ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഈ ഡബിൾ ധമാക്ക എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഡബിൾ സന്തോഷമാണ്. ആൻഡ് അങ്ങേരെ ഒരു കൊതിയൻ എന്നൊക്കെ പറഞ്ഞാൽ ഒടുക്കത്തെ ആക്രാന്തമാണ് ഈ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഈ അടുത്തായിട്ട് കൂടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സിനിമകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഈവൻ പരാജയപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കുന്ന സിനിമകളിൽ പോലും ആസ് എ പെർഫോമർ അങ്ങേര് എന്തൊക്കെയോ കണ്ടെത്തുന്നുണ്ട്. നമുക്ക് പുള്ളിയെ പുകഴ്ത്തി പറയാൻ ഇല്ലാത്ത ഒന്നും തന്നെ പുള്ളി ചെയ്യുന്നില്ല, അങ്ങനെ തപ്പിപ്പിടിച്ച് ചെയ്യുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ കൊതിയൻ്റെ ഒരു തിരിച്ചുവരവിനെ ഒരു സിനിമാ സ്നേഹി എന്ന നിലയിൽ മമ്മൂക്കയുടെ പ്രകടനങ്ങൾ കണ്ട് അന്താളിച്ച് വായും പൊളിച്ചിരുന്ന് പോയിട്ടുള്ള ഒരു ഫാൻ എന്നുള്ള രീതിയിൽ വളരെയധികം കൊതിയോടുകൂടിയാണ് നമ്മളും കാത്തിരിക്കുന്നത്. ആൻഡ് വിനായകൻ
അദ്ദേഹം സാമൂഹികമായി ഒരു അഭിനേതാവ് എന്നുള്ള നിലയ്ക്കല്ലാതെ സാമൂഹികമായി നടത്തിയിട്ടുള്ള ഇടപെടലുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമേജിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കളങ്കാവൽ എന്ന് പറയുന്നൊരു സിനിമ വരുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെ, ഒരു പക്ഷേ നായക കഥാപാത്രം എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന, നമ്മൾ സിനിമ കണ്ടിട്ടില്ല കേട്ടോ, നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ അത്രയും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തിനെ മമ്മൂക്കയ്ക്ക് ഓപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടുകയാണ്. അപ്പോൾ ഈ ജനങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവെന്നുള്ള രീതിയിലും നമുക്കതിനെ കാണാവുന്നതാണ്. അങ്ങനെ ഈ രണ്ട് ആർട്ടിസ്റ്റുകളുടെയും അതിശക്തമായിട്ടുള്ള തിരിച്ചുവരവ്, രണ്ടുപേരും അതിഗംഭീര ആർട്ടിസ്റ്റുകളാണ്. എന്ന് വെച്ചാൽ അത്രമേൽ ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. അവരുടെ ഒരു ക്ലാഷ് എന്നൊക്കെ പറയുന്നത് അത് അടിപൊളിയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഈ സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ പോസ്റ്ററിലൂടെയും അതുപോലെ മമ്മൂക്കയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിൽ വരച്ചു വെച്ചിരിക്കുന്നത് വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രജിഷയും ശ്രുതി രാമചന്ദ്രനുമാണ്. അല്ലാതെ അവർ വെളിപ്പെടുത്തിയിട്ടുള്ളത് 21ഓളം സ്ത്രീ കഥാപാത്രങ്ങൾ, അത്രയും പെൺകുട്ടികൾ ഇതിനകത്തുണ്ട് എന്നാണ്. അത്രയും കഥാപാത്രങ്ങളെ നമുക്ക് അത്രയും നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ട് കേട്ടോ. അവരിൽ പലരും കുഞ്ഞു കുഞ്ഞു വേഷങ്ങളായിട്ട് പല സിനിമകളിൽ ഒതുങ്ങി പോവാണ്. അവർക്കൊക്കെയും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കവിഞ്ഞ് എന്ത് സന്തോഷമാണുള്ളത്. നല്ല ആർട്ടിസ്റ്റുകൾക്ക് നന്നായി പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നതാണ്, അതാണ് സംഭവിക്കേണ്ടത്. ഈ 21 പേർക്ക് നിറഞ്ഞാടാൻ അവസരം കിട്ടുമെന്നുള്ളതല്ല. മമ്മൂക്കയുടെ സിനിമയിൽ, മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിനിമയിൽ ശ്രദ്ധേയമായൊരു വേഷം അവർക്ക് കിട്ടുക എന്ന് പറയുന്നത് അവർക്ക് നന്നായി ഉപയോഗിക്കാൻ പറ്റട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. ഇതിലിപ്പോൾ ശ്രുതിയുടെയൊക്കെ കാര്യം പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ റിവ്യൂവിലാണ് പറഞ്ഞത്. അവരൊരു പ്രഗ്നൻറ്റ് ലേഡി ആയിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ 2 കാലും കുറച്ച് അകത്തി വെച്ചിട്ടാണ് നിൽക്കുക. അത് അവരുടെ ഒരു ബാലൻസിങ്ങിൻ്റെയും പിന്നെ ഡോക്ടേഴ്സ് ഉപദേശിച്ച് കൊടുക്കുന്നതിൻ്റെയൊക്കെ ഭാഗമാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അതുപോലും അവരത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് ഇവിടെ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും സംഭവിക്കാനില്ല. പക്ഷേ അവിടെ പോലും ശ്രദ്ധ കൊടുക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അവരുടെ ഇതിനു മുമ്പുള്ള എല്ലാ സിനിമകളും എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഗംഭീര ആർട്ടിസ്റ്റാണ്. അതുപോലെയുള്ള ആർട്ടിസ്റ്റുകൾ അതിഗംഭീരമായ പ്രകടന മികവുകളോടെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിറഞ്ഞാടട്ടെ എന്നുള്ളതും ഈ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ബുക്ക് ചെയ്യാനുള്ളൊരു കാരണമാണ്. ആൻഡ് 4ാമത്തെ റീസൺ, കുറുപ്പിൻ്റെ കഥാകൃത്ത് സംവിധായകനായി അരങ്ങേറുന്നു എന്നുള്ളതാണ്. കുറുപ്പ് എന്ന് പറയുന്ന സിനിമയിൽ അതിൻ്റെ ഔട്ട്പുട്ടിലുള്ള ആ ഗ്ലോറിഫിക്കേഷൻ എലമെൻറ്റിനെയൊക്കെ നമ്മൾ വിമർശിക്കുന്ന സമയത്തും ആസ് എ സിനിമ അത് അവർ നന്നായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ജിതിൻ കെ ജോസിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണിത്. അദ്ദേഹം ഒരു സിനിമയിൽ കഥാകൃത്തായി ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 സിനിമയുടെ പ്രായമാണ് അദ്ദേഹത്തിനുള്ളത്. ഇതിനു മുമ്പ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ഉണ്ടാവട്ടോ. ഓരോ ആളുകളുടെയും സിനിമാ ജേർണി എന്ന് പറയുന്നത് നമ്മൾ അടയാളപ്പെടുത്തുന്ന സിനിമയ്ക്ക് മുമ്പേ തുടങ്ങിയതായിരിക്കാം. എങ്കിൽ പോലും താരതമ്യേന തുടക്കക്കാരായിട്ടുള്ള ആളുകളോടൊപ്പം മമ്മൂക്ക ചേരുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡെഡ്ലി കോമ്പിനേഷൻ എന്ന് പറയുന്ന പോലെയാണ്. അതിഗംഭീര സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, വിജയ ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ എന്നും ഓർത്തിരിക്കുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകരെ കൊണ്ടുവന്നിട്ടുള്ളത് മമ്മൂക്കയാണെന്നൊക്കെ പല ചർച്ചകളിലും കേട്ടിട്ടുണ്ട്. പക്ഷെ വെറുതെ കൊണ്ടുവരല്ല, ഒരു വിജയ ചിത്രം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മമ്മൂക്കയും പുതിയ പിള്ളേരും ചേർന്ന് കഴിഞ്ഞാൽ സംഭവം കലക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് തന്നെയാണ് ഈ സിനിമയിലുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത്. കുറുപ്പിൻ്റെ കഥാകൃത്താണ് എന്ന് പറഞ്ഞൊരു കഥ പറയുന്ന സമയത്ത് അയാളുടെ ആദ്യ സംവിധാന സംരംഭത്തിന് കൈ കൊടുക്കുക, അത് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തേക്കാം എന്നൊക്കെ മമ്മൂക്ക തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് മമ്മൂക്ക കാണുന്ന അദ്ദേഹത്തിലെ ഈ അഭിനയ കൊതിയനും അതുപോലെ തന്നെ നല്ല സിനിമകൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡ്യൂസർ, ഇവരെല്ലാവരും വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ടെങ്കിൽ പടം പൊളിക്കും. 5ാമത്തെ റീസൺ, അത് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസാണ്. അവരുടെ ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ടുള്ള 3 പ്രൊഡക്ഷൻസ്, ഇപ്പോൾ അതിൽ 2 സിനിമയാണ്, ടർബോ, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്, പിന്നെ ഒന്നൊരു ഷോർട്ട് ഫിലിമാണ് ആരോ. അതെന്തിനായിരുന്നു എന്ന് മമ്മൂക്കയോട് ചോദിക്കാൻ തോന്നിപ്പോകുന്ന അത്രയും ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അപ്പോൾ പോലും പറയട്ടെ, ടെക്നിക്കലി അത് ഗംഭീരമായിരുന്നു. അതിൻ്റെ ഈ കഥയെന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അവതരണം എന്ന് പറയുന്നത് കുറച്ച് പഴകിപ്പോയി എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ നിൽക്കുമ്പോൾ പോലും അത് ചെയ്യാവുന്ന ഏറ്റവും നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന രീതിയിൽ നമ്മൾ ടർബോ എടുത്ത് നോക്കുകയാണെങ്കിലും അതിലെനിക്ക് വിയോജിപ്പുകളുള്ള കാര്യങ്ങൾ നമ്മളതിൻ്റെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോലും ടെക്നിക്കലി അതിന് വേണ്ടുന്ന എന്താണോ ആ ഫണ്ട് അവിടെ ചിലവാക്കിയിട്ടുണ്ട്. ആ ചിലവാക്കിയത് നമുക്ക് സ്ക്രീനിൽ കാണാനുമുണ്ട്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്നത് അത് എത്രത്തോളം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പോഴും മലയാളത്തിൽ കേസന്വേഷണ സിനിമകളുണ്ടാകുമ്പോൾ അതിലെ വൺ ഓഫ് എ കൈൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. നൻപകൽ നേരത്തെ മയക്കം മമ്മൂട്ടി കമ്പനിയുടെയാണ്. ഞാൻ അതിനെക്കുറിച്ച് ഇനി പുകഴ്ത്തി വല്ലതും പറയണോ? കാതൽ ദി കോർ എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യ ഒട്ടാകെയുള്ള അഭിനേതാക്കൾ മുഴുവൻ മമ്മൂക്കയെ പോലൊരു സൂപ്പർ സ്റ്റാർ ഇങ്ങനൊരു വേഷം ചെയ്യുകയോ എന്ന് അത്ഭുതപ്പെട്ടിട്ടുള്ളൊരു സിനിമയാണ്. അത് മമ്മൂക്ക ആയതുകൊണ്ട് നമുക്ക് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അങ്ങേര് അതും ചെയ്യും, അതിനേക്കാളും ഗംഭീരമായിട്ടുള്ള സബ്ജക്റ്റുകളും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു കൊതിയനാണെന്നേ. അതുപോലെ തന്നെ റൊഷാക്ക് നിങ്ങൾ എടുത്ത് നോക്കൂ. റൊഷാക്ക് മലയാളത്തിലെ വൺ ഓഫ് ദി മോസ്റ്റ് അണ്ടർ റേറ്റഡ് സിനിമയാണെന്ന് ഞാൻ പറയുള്ളൂ. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു തിരക്കഥയും അഭിനയ പ്രകടനങ്ങളും ഒക്കെയുള്ള
ഇങ്ങനത്തെ സിനിമകളാണ് മമ്മൂട്ടി കമ്പനി ഒരുക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ള 3 പ്രൊഡക്ഷനുകളിലുള്ള വിയോജിപ്പുകൾ പറയുമ്പോഴും അപ്പോഴും ആ സിനിമകൾ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ആസ് എ സിനിമാ സ്നേഹി നമുക്ക് ഇത് കൊള്ളാം, ഇത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയിപ്പിക്കുന്നത് തന്നെയാണ്. അങ്ങനെ ഒരു ടീം കളങ്കാവൽ എന്ന് പറഞ്ഞ ഈ സിനിമയായിട്ട് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ എന്തിനാണ് പ്രതീക്ഷ കുറയ്ക്കുന്നത്? ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഞാൻ ഇന്നലെ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻസ് ഒക്കെ നടക്കുന്ന ദുരന്തർ എന്ന് പറയുന്ന സിനിമയും മമ്മൂക്കയുടെ കളങ്കാവലും ഒരുമിച്ചാണ് റിലീസാവുന്നത്. ദുരന്തറിൻ്റെ ട്രെയിലർ വന്ന സമയത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുമെന്നൊക്കെ ചോദിച്ചാൽ അമ്മതിരി മെസ്സേജുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാനും ട്രെയിലർ കണ്ടപ്പോൾ ഞെട്ടിപ്പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ ട്രെയിലേഴ്സൊക്കെ കണ്ടിട്ടുള്ളത് വെച്ച് 2 സിനിമകളുടെയും ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയപ്പോൾ ഏത് സിനിമയാണ് നിങ്ങൾ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ച് ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇട്ട പോസ്റ്റാണ്. 1100 പേര് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 86% ആൾക്കാരും കളങ്കാവലിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. 14% ആളുകൾ ദുരന്തറിന് വേണ്ടിയിട്ട്. അതിൽ കമൻസിൽ വരുന്നത് മുഴുവൻ ഞാൻ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റുകളാണ്. ഞാനും എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തു കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടിക്കറ്റ്സ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ടാവും. പക്ഷേ അതിനടുത്തുള്ള ഷോസും ഉണ്ടല്ലോ. എന്തായാലും ഒരുപാട് സ്പോയിലിംഗ് എലമെൻറ്റുകളൊക്കെ കേൾക്കുന്നതിന് മുമ്പേ തന്നെ സിനിമ കാണുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നാണ് ഇതിൻ്റെ ഇതുവരെയുള്ള ടീസർ ട്രെയിലർ പോസ്റ്ററുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തോ? ഇന്നെന്തായാലും ഒരു ടീസറും കൂടി പുറത്ത് വരാനുണ്ടെന്നാണ് പറയുന്നത്. അത് വരുമ്പോൾ നമ്മൾ അതിൻ്റെ റിയാക്ഷൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.